പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടം ദുരന്തത്തിൽ കണ്ണീരോടെ നാട്. 4 പെൺകുട്ടികളുടെയും മൃതദേഹം പുലർച്ചെ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ഖബറടക്കം ഇന്ന് നടക്കും. തൂപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ആയിഷയുടെ വീട്ടിൽ നിന്ന് ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ഇർഫാൻ ആഷറിന്റെ വീട്ടിൽ അരുൺ ആലത്തൂർ, ഒപ്പം മരിച്ച റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ശിവദാസ് കന്മനവും കൂടി ചേരുന്നുണ്ട്. ആദ്യം ആനന്ദിലേക്ക് പോവുകയാണ്. ആനന്ദ്, ഇപ്പോൾ ഓരോ വീടുകളിലും വളരെയധികം ദുഃഖത്തോടെ അല്ലാതെ ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം ബന്ധുക്കളും അയൽവാസികളും സുഹൃത്തുക്കളും എല്ലാം അവിടേക്ക് എത്തി ആ 3 പെൺകുട്ടികൾക്കും അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ എല്ലാവരും നിറകണ്ണുകളോടുകൂടിയാണ് അവിടെ നിന്നും ഇറങ്ങി വരുന്നതെന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ആയിഷയുടെ വീട്ടിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. രാവിലെ 5:20 തന്നെ മൃതദേഹങ്ങളെല്ലാം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കൈമാറിയിരുന്നു. തുടർന്ന് ഏതാണ്ട് 6:20 കൂടിയാണ് ഓരോ വീട്ടിലും മൃതദേഹങ്ങൾ എത്തിയത്. ഒരു വലിയ മനസ്സിലോടുകൂടി തന്നെയായിരുന്നു ആയിഷയുടെ മൃതദേഹം എത്തിക്കൊണ്ടുള്ള ആദ്യ പ്രതികരണം. പക്ഷെ പിന്നീട് ഹൃദയം പൊട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ചാരനിർഭര അന്തരീക്ഷമായി അത് മാറി. ആ സമയത്ത് തന്നെ ആയിഷയുടെ ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും അയൽക്കാരും എല്ലാവരും ആയിഷയെ അവസാനമായി ഇപ്പോഴും ആയിഷയെ കാണാൻ വേണ്ടി വരുന്നവരുടെ ഒരു അവസ്ഥ തന്നെയാണ്. അവസാനമായി ആ ജോമനെ ഒരു നോക്ക് കണ്ട് പോകാൻ വേണ്ടി വരുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഇന്നലെ രാവിലെ പരീക്ഷയ്ക്കായി പോയ നമുക്ക് ഇർഫാനയുടെ വീട്ടിലേക്ക് പോകാം. ഇർഫാൻ ആഷറിൻ്റെ വീട്ടിൽ നിന്ന് അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രേക്ഷകരുമൊക്കെ പറയുന്നുണ്ട് ഈ വീടുകളിലേക്ക് അവരുടെ കരച്ചിലേക്ക് അധികം പോകല്ലേ, സഹിക്കാൻ കഴിയില്ല എന്ന്. തീർച്ചയായും അതെ, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ വിലപിക്കലുകൾ കണ്ടു നിൽക്കാൻ കഴിയില്ല തന്നെ. അരുൺ അതിന് സാക്ഷിയാവുകയാണ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും അവിടുത്തെ സാഹചര്യം? മൃതദേഹങ്ങൾ കുട്ടനാടുള്ള ചെറുള്ളിയിലുള്ള അവരുടെ വസതികളിലേക്ക് എത്തിച്ചത്. നേരത്തെ ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ ഈ ചെറുള്ളിയിൽ എല്ലാ വീടുകളും തൊട്ടടുത്തടുത്ത് തന്നെയായിട്ടാണ്. 50 മീറ്ററും 30 മീറ്ററും ഒക്കെ മാത്രമാണ് ദൂരപരിധിയിൽ ഉള്ളത്. തുപ്പനാട് റോഡിലേക്ക് കയറിയാൽ ആദ്യമുള്ളത് ആയിഷയുടെ വീടാണ്. അതിനുശേഷം റിദ ഫാത്തിമയുടെ, പിന്നീട് ഇർഫാനിയുടെ, അത് കഴിഞ്ഞാൽ നിദ ഫാത്തിമയുടെ, അങ്ങനെയാണ് 4 വീടുകൾ ഉള്ളത്. ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതൽ തന്നെ 1ാം ക്ലാസ് മുതൽ തന്നെ ഒരുമിച്ച് പഠിച്ച കുട്ടികൾ. ഇന്നലെയും അങ്ങനെ അവർ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി, ക്രിസ്തുമസ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയാണ് ഇന്നലെ രാവിലെ ഇതേ സമയം ഉറക്കമുണർന്ന് പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച് സ്കൂളിലേക്ക് പോയത്. കരിമ്പ സ്കൂളിലെത്തി പരീക്ഷ എഴുതി ആ പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് നിലച്ചിരിക്കാതെയുണ്ടായ ഈ ഒരു അപകടം. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് വീടുകളിലേക്ക് പരീക്ഷയെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്ത് ഒക്കെ തിരിച്ച് മടങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ഞാൻ നിൽക്കുന്ന ഇർഫാൻ ആഷറിനെ സംബന്ധിച്ചിടത്തോളം ഇർഫാൻ ആഷറിൻ്റെ അമ്മ ഈ കുട്ടികളെ വിളിക്കുന്നതിന് വേണ്ടി വരുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇർഫാൻ ആഷറിനാണെങ്കിൽ 2 സഹോദരങ്ങളും ഒരു സഹോദരിയുമാണുള്ളത്. നേരത്തെ ആ കുഞ്ഞുങ്ങൾ, അവരുടെ സഹോദരൻ നിറകണ്ണുകളോടെ ഇർഫാനയുടെ ഭൗതിക ശരീരത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന, അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടുന്ന വളരെ വേദനാജനകമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ മറ്റ് ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ നിറകണ്ണുകളോടെ തകർന്ന നെഞ്ചുമായാണ് ഓരോരുത്തരും എത്തുന്നത്. കുഞ്ഞുങ്ങളുടെ സഹപാഠികളും മറ്റ് ബന്ധുക്കളും നാട്ടുകാരും സ്കൂളിലെ അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ വീടുകളിലേക്ക് എത്തുന്നുണ്ട്. അത്രയേറെ നാടൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഒരു പ്രഭാതം ഇങ്ങനെ ആവുമെന്നൊരിക്കലും ഈ നാട്ടിലെ ഒരാളും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത്രയേറെ വേദനാജനകമായ ഒരു പ്രഭാതം. ഇന്നും പരീക്ഷയ്ക്ക് പഠിച്ച് പോവേണ്ടിയിരുന്ന ദിവസമാണ് കുട്ടികൾ.
പക്ഷേ ഇന്ന് ആ പരീക്ഷ എഴുതാൻ സ്കൂളിൽ അവർ ഇല്ല. സഹപാഠികൾക്കൊപ്പം അവരോടൊപ്പം ചിലവഴിക്കാൻ, പരീക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നും ഈ 4 കുരുന്നുകളില്ല. ഇന്നലെ ഇതേ പ്രഭാതത്തിൽ അവർ വളരെ പ്രതീക്ഷയോടുകൂടിയായിരിക്കാം ആ പരീക്ഷാ ഹാളിലേക്ക് ഇവിടെ നിന്നും അണിഞ്ഞൊരുങ്ങി പോയത്. പക്ഷേ ഇന്ന് അങ്ങനെ ഉറക്കമെഴുന്നേറ്റ് പഠിക്കാനും ഒരുങ്ങാനും ഒന്നുമില്ല. അവർ കളിച്ചു വളർന്ന വീട്ടുമുറ്റത്ത് ചേതനയേറ്റ ശരീരവുമായി കിടക്കുന്നു. അതുതന്നെയാണ് ഏവരെയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച. 8ാം തരത്തിൽ പഠിക്കുന്ന 4 കുട്ടികൾ, വളരെ മിടുക്കികളായ കുരുന്നുകൾ. ആ കുരുന്നുകൾ ഇങ്ങനെയൊരു അപകടത്തിൽ അവർക്ക് ജീവൻ പൊലിയുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നനച്ചിരിക്കാതെ ഉണ്ടായ ആ ഒരു അപകടം എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് കൃത്യമൊരു 4:20 ഈ അപകടം ഉണ്ടാവുന്നത്. പനയമ്പാടത്ത് വെച്ചാണ്. അതായത് കരിമ്പ സ്കൂളിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ കരിമ്പ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അവർ പനയമ്പാടം ജംഗ്ഷൻ ഭാഗത്ത്, പനയമ്പാടം വളവ് ഭാഗത്ത് എത്തിയതായിരുന്നു. അപ്പോഴാണ് സിമൻറ്റ് കയറ്റി വന്ന ലോറി പിന്നീട് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയും മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ കുരുന്നുകളുടെ മേലേക്ക് മറയുകയും ചെയ്തത്. 5 പേരായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. 5 പേരിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. മറ്റ് 4 പേർക്കും ദാരുണാന്ത്യം സംഭവിക്കുന്നു. ആ 4 കുരുന്നുകളിൽ അവരുടെ അപകടം സംഭവിച്ചപ്പോൾ തന്നെ ഈ ലോറിക്കടിയിൽ നിന്നാണ് അവരെ പുറത്തെടുത്ത ഉടനെ തന്നെ തച്ചമ്പാറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നും അപ്പോഴൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സഹപാഠികൾക്കുമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ മരണവാർത്ത പുറത്തു വരികയായിരുന്നു. പിന്നീട് ആ ഭൗതിക ശരീരങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജില്ലാ ആശുപത്രി മോർച്ചറിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായത്. ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ഇന്ന് രാവിലെയാണ് ഒരു 5:20 തന്നെ ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. അവിടെ നിന്നും ആ ഭൗതിക ശരീരം രാവിലെ ഒരു 6:15 തുപ്പനാട് ചെറുള്ളിയിലുള്ള വീടുകളിലേക്ക് എത്തിച്ചത്. ഒരേ സമയം തന്നെയായിരുന്നു എല്ലാ വീടുകളിലേക്കും ഭൗതിക ശരീരങ്ങൾ എത്തിച്ചത്. തുടർന്ന് ആരംഭിച്ച പൊതുദർശനമാണ് ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ കഴിയുന്നു. ആ 1 മണിക്കൂർ പിന്നിടുമ്പോഴും വലിയ ഒരു ജനപ്രവാഹമാണ് ഈ കുരുന്നുകളുടെയൊക്കെ വീട്ടിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാട്ടുകാരും ഉറ്റവരും ഉടയവരുമൊക്കെ വേദനയോടെ ആ കുഞ്ഞുങ്ങളെ അവസാനമായ ഒരു നോക്ക് കാണുന്നതിന്, അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് ഈ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി 8:15 വരെ ഈ വീടുകളിൽ പൊതുദർശനമുണ്ടാവും. ആ പൊതുദർശനത്തിന് ശേഷം പിന്നീട് ഈ 4 കുട്ടികളുടെയും ഭൗതിക ശരീരം തുപ്പനാട് തന്നെയുള്ള കരിമ്പനയ്ക്കൽ ഹാളിലാണ് പൊതുദർശനത്തിന് വയ്ക്കുന്നത്. 8:30 അവിടെ പൊതുദർശനം ആരംഭിക്കും. അവിടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പൊതുദർശനത്തിന് കരിമ്പനയ്ക്കൽ ഹാളിലേക്ക് എത്തും. അതിന് ശേഷം പിന്നീട് തുപ്പനാട് ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെയാണ് ഖബറടക്കം നടക്കുക. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ 12:10 ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് തന്നെ ഖബറടക്കം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓഡിറ്റോറിയത്തിലെ പൊതുദർശനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജുമാ മസ്ജിദിൽ ഖബറടക്കത്തിനായി കുരുന്നുകളുടെ ഭൗതിക ശരീരം കൊണ്ടുപോകും. ഏതായാലും ഈ ഒരു അപകടം ഈ നാടിനൊന്നാകെ വലിയ നൊമ്പരമാണ്, താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഇവർക്കുള്ളത്. ഇന്നലെ നമുക്ക് ഈ അപകടം നടന്നപ്പോൾ തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇത് ആദ്യ സംഭവമല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ പ്രതിഷേധവുമായി ഇന്നലെ തന്നെ രംഗത്തെത്തിയത്. കാരണം നിരവധി തവണയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു. കല്ലടിക്കോട് മുതൽ പനയമ്പാടം വരെയുള്ള ഭാഗത്ത് 100-ലേറെ അപകടങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. ഈ പനയമ്പാടത്ത് മാത്രം 55-ലേറെ അപകടമാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ ഉണ്ടായത്. അതിൽ ഡിവൈഎസ്പിയുടെ അഗളിയിലെ ഡിവൈഎസ്പിയുടെ വാഹനം ഉൾപ്പെടെ അപകടത്തിൽപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ഒക്ടോബറിൽ 5 യുവാക്കൾ അപകടത്തിൽപ്പെടുകയും അവർക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ റോഡിൽ അപകടങ്ങൾ ഉണ്ടാവുന്നു. അതിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി.
നിരവധി ആളുകൾക്ക് കൈയും കാലും ഒക്കെ നഷ്ടമായി, അംഗവൈകല്യങ്ങൾ സംഭവിച്ചു. എന്നിട്ടും അതിലൊന്നും ഇനി ഇതുവരെ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നലെ വഴിവെച്ചത്. ഇനിയൊരു അപകടം ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ നടപടി, ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു നാട്ടുകാർക്കുണ്ടായത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവർ ഈ പ്രധാന പാത തന്നെ ഉപരോധിച്ച് അവിടെ ഇനി വാഹനങ്ങൾ കടന്നു പോകാൻ സമ്മതിക്കുകയില്ല, ഇതിലൊരു തങ്ങൾക്കൊരു പരിഹാരം, അതിനൊരു ഉറപ്പ് തങ്ങൾക്ക് വേണമെന്നൊരാവശ്യം ഉയർത്തിയത്. പിന്നീട് ADM ഉൾപ്പെടെ സ്ഥലത്തേക്കെത്തി, ASP ഉൾപ്പെടെ സ്ഥലത്തേക്കെത്തി അവരോട് ഇന്ന് കളക്ട്രേറ്റിൽ യോഗം ചേരാം, വിഷയം ചർച്ച ചെയ്യാം, ശാശ്വതമായ പരിഹാരം കണ്ടെത്താമെന്ന് പറയുകയുണ്ടായി. മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ നമ്മൾ ജനം TV തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് യോഗം ചേരും, ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്നുള്ളത്. ആ പരിഹാരം വേണമെന്നുള്ളൊരാവശ്യം തന്നെയാണ് ഈ നാടിനൊന്നാകെ ഉണ്ടായത്. കാരണം ഇത് താങ്ങാവുന്നതിനും അപ്പുറമുള്ള ഒരു വേദനയാണിപ്പോൾ ഈ കുരുന്നുകളുടെ ഈ വിയോഗം സമ്മാനിക്കുന്നത്. അതിനി ആവർത്തിക്കരുത്. അത് ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിന് ഈ റോഡിലെ പ്രശ്നം, അതിനൊരു ശാസ്ത്രീയമായ പഠനം നടത്തി എന്തുകൊണ്ടാണ് ഈ കല്ലടിക്കോട് മുതൽ പനയമ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്, അതിൽ തന്നെ പനയമ്പാടത്ത് മാത്രം എന്തുകൊണ്ട് ഇത്രയേറെ വാഹനങ്ങൾ മറിയുന്നു, റോഡിനെ നേരത്തെ പരുക്കനാക്കുന്ന നടപടികൾ, അതായത് റോഡ് വളരെ മിനുസമുള്ള റോഡായതുകൊണ്ട് അപകടം ഉണ്ടാകുന്നു, വാഹനങ്ങൾ മറിയുന്നു എന്നുള്ളതായിരുന്നു നേരത്തെ ഈ ബന്ധപ്പെട്ട ആളുകൾ ശാസ്ത്രീയമായ പഠനവും മറ്റുമൊക്കെ നടത്തി കണ്ടെത്തിയിരുന്നത്. തുടർന്നാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിനെ ഒന്ന് പരുക്കനാക്കി മാറ്റിയത്. പക്ഷേ അങ്ങനെ പരുക്കനാക്കി മാറ്റിയിട്ടും അപകടം അവസാനിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വളവ്, പനയമ്പാടം വളവ് തന്നെയാണോ അപകടത്തിന് കാരണം? വലിയ ഒരു വളവാണ്. ദേശീയപാതയിൽ ഈ ഒരു പാതയിൽ മറ്റ് ഇടങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വളവാണ് അവിടെയുള്ളത്. ആ ഒരു വളവാണോ അപകടത്തിന് കാരണം എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വളവ് നിവർത്തി അതിനെ അപകടങ്ങൾ സംഭവിക്കാത്ത തരത്തിലേക്ക് മാറ്റണോ? അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും? കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്താൻ കഴിയുമോ? എന്താണിതിൽ ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന, അതിൽ കൂടുതൽ ചർച്ചകളും മറ്റുമൊക്കെ നടക്കേണ്ട കാര്യമാണ്. അത് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇന്നത്തെ ഈ ഒരു പ്രഭാതം വളരെ വേദനാജനകമാണ്. സംസ്ഥാനത്ത് തന്നെ നമുക്കറിയാം, ആലപ്പുഴയിലുണ്ടായതിനുശേഷം വീണ്ടും ഒരു അപകടം. അതിൽ 4 കുരുന്നുകൾക്ക്, ഭാവിയുടെ പ്രതീക്ഷയായ 4 പൊന്നോമനകൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. വളരെ മിടുക്കിയായ കുരുന്നുകൾ. ആയിഷയെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൽ നടക്കുന്ന ഒപ്പന മത്സരങ്ങളിലൊക്കെ സ്ഥിരമായി മണവാട്ടിയാവാറുള്ള ആളാണ് ആയിഷ. അത്ര പഠന രംഗത്താണെങ്കിലും മറ്റ് യുവജനോത്സവങ്ങളിലും മറ്റുമൊക്കെ ആണെങ്കിലും വലിയ മികവ് തെളിയിച്ചിട്ടുള്ള കുട്ടികളാണ്. ആ കുട്ടികളാണ് ഭാവിയുടെ പ്രതീക്ഷകളായ ആ കുട്ടികൾക്കാണ് ഈ അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അത് ഏതായാലും നാടിനെ ഒന്നാകെ വലിയ വേദനയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. നാടൊന്നാകെ തേങ്ങുന്ന കണ്ണീരോടെ ഈ വീടുകളിലേക്ക് ജനസാഗരം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ ഓരോ കുരുന്നുകളുടെയും വീടുകളിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഭൗതിക ശരീരം കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ വീടുകളിൽ എത്തിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഇപ്പോഴേതായാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്ന് ഒക്കെ ആളുകൾ ഈ കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വീടുകളിലേക്ക് എത്തുന്നുണ്ട്. വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച, വളരെ വേദനാജനകമായ കാഴ്ച. ഓരോ വീടുകളിലും ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. ഒരിക്കലും ഈ പ്രഭാതം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഇവരാരും കരുതിയിട്ടേ ഉണ്ടാവില്ല. അത്തരത്തിലൊരു പ്രഭാതം, അത്തരത്തിലൊരു വേദന നിറഞ്ഞ നിമിഷങ്ങൾ. അല്ലെങ്കിൽ സ്കൂളിലേക്ക് ഉറക്കമുണർന്ന് സ്കൂളിലേക്ക് ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി, ഇന്നത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് അതിനുവേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുക്കേണ്ട സമയമായിരുന്നു ഈ കുട്ടികൾ. അവർ കളിച്ച് വളർന്ന ആ മുറ്റത്ത് ചേതനയേറ്റ ശരീരവുമായി കിടക്കുകയാണ്. ഒരുമിച്ച് സ്കൂളിലേക്ക് പോയ കുരുന്നുകൾ ഇപ്പോൾ ഓരോ ആംബുലൻസുകളിലായാണ് ഇന്ന് രാവിലെ വീടുകളിലേക്ക് എത്തിയത്. ഏതായാലും ഇനി അവരുടെ മടക്കവും ഒരുമിച്ച് തന്നെയാണ്. ആ വീടുകളിലെ പൊതുദർശനത്തിന് ശേഷം ഒരുമിച്ച് ഇവരുടെ ഭൗതിക ശരീരം കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം നടക്കും. അതിനുശേഷം ഖബർസ്ഥാനിൽ ഒരുമിച്ച് തന്നെയായിരിക്കും ഈ 4 പൊന്നോമനകളുടെയും മടക്കം.
വളരെ വേദനാജനകമായ വികാരനിർഭരമായ കാഴ്ചകളാണ് നമുക്ക് ഈ നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. പൊതുദർശനം പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഇന്നും മഴയുണ്ട്. ഇന്നലെ മുതലാണ് ഈ മഴ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാട് പൊതുവെ മഴയുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ മുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മഴ തന്നെയാണ് ഈ അപകടത്തിലെ ഒരു കാരണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ റോഡിൽ ഉണ്ടായ അപകടങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു 100 അപകടം നടന്നു എന്ന് പറയുമ്പോൾ അതിൽ 80 അപകടങ്ങളും നടന്നിരിക്കുന്നത് മഴ സമയത്താണ്, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ചാറ്റൽ മഴയോ മറ്റോ ഒക്കെ പെയ്ത സമയത്താണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ റോഡിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. ഒപ്പം ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ഇനിയെങ്കിലും ഉണ്ടാവണേ, ഇനിയെങ്കിലും അത്തരം നടപടികൾ വേണം എന്നുള്ളൊരു ആവശ്യം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ അതിലൊരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് അരുൺ പക്ഷേ ഈ കുട്ടികൾ മരിച്ചതിൻ്റെ ദുഃഖം മാറുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ ഇത്രയധികം രോഷാകുലരാവുകയും ഒരു ചർച്ച വേണമെന്നും ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാവുകയും വേണമെന്ന് ആവശ്യപ്പെട്ടതിന് കാരണം ഇതാ ഇന്ന് അങ്ങനെ ഒരു യോഗം നടക്കും. അതിൽ ഈ ഭാഗത്ത് തുടർച്ചയായി ഇത്തരത്തിൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരു നിയന്ത്രണം ഉണ്ടാകണമെന്നുള്ളത് അവരാവശ്യപ്പെടും. അതേസമയം ഈ മഴയത്ത് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത് അത് ഒരു തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ട ശാശ്വതമായ നടപടികളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ സിമൻറ്റ് ലോറിയിൽ വന്നിടിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പുതുതായി ചേർത്ത് വയ്ക്കാനുള്ളത്.